ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിത്യം പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. നമ്മുടെ അമ്പലത്തിലെ സപ്താഹമൊക്കെ കഴിഞ്ഞു കേട്ടോ. സപ്താഹവും പൂജയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സന്ധ്യയ്ക്ക് പൂജയൊക്കെ കാണും. ഞങ്ങൾ വൈകിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങി വന്നു കേട്ടോ. നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭാഗവതമൊക്കെ കെട്ടി വായിക്കുക പതിവാണല്ലോ സപ്താഹത്തിന്. അതൊക്കെ ഭാഗവതമൊക്കെ കെട്ടി വായിച്ചപ്പം ഭഗവാന് എല്ലാ കാര്യങ്ങളും സന്തുഷ്ടനാണ്, സന്തോഷത്തിലാണ് ആള്. അതൊക്കെ കെട്ടി വായിച്ചു. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് പ്രാർത്ഥന ഇച്ചിരി എല്ലാവർക്കും കുറവാണെന്ന് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഭഗവാനെ മഹാദേവനെയൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. നമുക്ക് ചിലപ്പം പ്രാർത്ഥനയൊക്കെ കുറയുമ്പോൾ എന്തായാലും ഒരു സങ്കടവും വിഷമവും ഒക്കെ വരും കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഭഗവാനോട് പറഞ്ഞിട്ടും കാര്യമില്ല, വിളിക്കാതെയൊക്കെ വരും കേട്ടോ. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഭഗവാനോട് അങ്ങോട്ട് അടുക്കണം, എന്നിട്ട് പറയണം എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരണേന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. അതൊക്കെയാണ് കേട്ടോ. അതായത് നമ്മൾ അതൊക്കെ നമ്മുടെ ഈ യജ്ഞാചാര്യന്മാർ പറയുന്ന ഓരോ കാര്യങ്ങളും തിരുനേരമൊക്കെ ചെന്നിരുന്ന് അവിടെ ചെന്നിരുന്ന് ഇതെല്ലാം കേട്ടാണ്ടല്ലോ നേരം നമ്മൾ മറ്റെല്ലാം മറന്നായിരിക്കുമല്ലോ അവിടെ ഇരിക്കുന്നത്, സപ്താഹത്തിനായിട്ട് ഇരിക്കുന്നത്. അതൊക്കെ ഒത്തിരി സമയം ചെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് നല്ല ആശ്വാസം കിട്ടും. നമുക്ക് മറ്റുള്ള ചിന്തകളെല്ലാം നമ്മളങ്ങ് മറക്കും. സത്യമായിട്ട് വന്നേ നമ്മുടെ കുടുംബത്തെ പോലും മറന്നായിരിക്കും ആ സമയത്ത് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് നമുക്ക് ഒരു ഇതായിട്ട് കേട്ടോ, പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. സത്യമായിട്ടും ഞാൻ അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത്രയും ദിവസം സപ്താഹമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഞാൻ ഇത്രയും ദിവസം കേട്ടോ, ഒരു ദിവസമേ ഉള്ളെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മാത്രമേ ഞാൻ പോകാനുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ പോയി പൂജയിലും എല്ലാം പങ്കെടുത്തു കേട്ടോ. എനിക്കും അതൊരു പ്രത്യേക ഉന്മേഷം പോകണമെന്നുള്ള ചിലപ്പോൾ നമുക്ക് പറ്റാതൊക്കെ വരുന്ന ഒരു സമയമൊക്കെ. പക്ഷെ അതൊക്കെ അങ്ങോട്ട് ഭഗവാനെ എല്ലാം അങ്ങോട്ട് മാറ്റി തന്നു കേട്ടോ. അതും ഞാൻ പിന്നെ നമുക്കൊരു വലിയൊരു ഇതായിട്ട് അനുഗ്രഹമായിട്ട് വന്നു എനിക്ക്. അതിൻ്റെ ഒരു ടെൻഷനും പെണ്ണുങ്ങളല്ലേ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ കാണുക. അതും ഒരു വലിയൊരു അനുഗ്രഹമായി. എല്ലാ ദിവസവും ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഞാൻ പോകാതിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലും പകൽ നമുക്ക് വൈകിട്ടൊന്നും പോകാൻ സമയമില്ല, എന്നാലും പകലെല്ലാ സമയത്ത് ഉച്ചയ്ക്കൊക്കെ സമയം മടിയായിരുന്നു. പൊതുവെ എനിക്ക് മടിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പൂജയ്ക്കൊക്കെ പോകാൻ. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്കങ്ങ് എന്ന് വെച്ചാൽ മോൻ്റെ പരീക്ഷയും മക്കളുടെ മാറുന്ന പരീക്ഷയൊക്കെ വരുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഭഗവാനോട് അങ്ങോട്ട് അടുത്തിരിക്കേണ്ട സമയമാണല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കണേ. മക്കളുമാർക്കൊക്കെ പരീക്ഷയൊക്കെ തുടങ്ങാറായി. എന്നെ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയാണ് കേട്ടോ. മക്കളുടെ പരീക്ഷ പഠനം ഇതിനായിട്ടൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന അറിയാം. ഇപ്പോൾ നമുക്കൊരു സങ്കടവും വിഷമവും ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തിരി പേരുണ്ട് നമ്മളെപ്പറ്റി പ്രാർത്ഥിക്കാനും ഒക്കെ കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു പ്രാർത്ഥനാ സഹായവും വേണം. നമ്മുടെ ഇവിടുത്തെ ചേച്ചിയുണ്ടല്ലോ, ഇളയ ചേച്ചിയുടെ അണ്ണന് സുഖമില്ലാതിരിക്കുക കേട്ടോ. നമ്മുടെ അണ്ണനും അതേ ഒരു അവസ്ഥയിലൊക്കെ വന്നായിരുന്നു. കണ്ണിന് പെട്ടെന്ന് ഒരു കാഴ്ചക്കുറവൊക്കെ വന്നു. സ്കാനിങ് ഒക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ അന്നും ഞങ്ങൾ ഒരുപാട് വിഷമിച്ച ഒരു സമയമായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ പ്രാർത്ഥന സഹായമൊക്കെ ചോദിച്ചു. ദൈവം തമ്പുരാൻ അതിനൊക്കെ നമുക്കൊരു വിടുതൽ തന്നു കേട്ടോ. ഞാൻ ഒരുപാട് വിഷമമൊക്കെ അനുഭവിച്ചായിരുന്നു. ഈ ഒരു ഇതിൽ കൂടിയാണ് ഞാനും കടന്നുപോയത്. ഇപ്പം നമ്മുടെ ചേച്ചിയുടെ അണ്ണന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി കേട്ടോ. കണ്ണിന് മേലായിയൊക്കെ ആയി. പെട്ടെന്ന് അങ്ങോട്ട് കാഴ്ചക്കുറവൊക്കെ ആയിട്ട് കേട്ടോ. ഈ ഷുഗറും ഉണ്ട്. പിന്നെ കണ്ണിന് നീർക്കെട്ട്, നമ്മുടെ അണ്ണനും അതുപോലെ വന്നത് കേട്ടോ. നീർക്കെട്ട് പെട്ടെന്ന് എന്തോ അറിയത്തില്ല, ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങളല്ലേ, പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതിരുന്ന അണ്ണനാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണേ. ഞാൻ
വീണ്ടും പറയുകയാണ്. അപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആപത്തോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി പേരൊക്കെ ചിലപ്പോൾ മറച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ മറച്ച് വയ്ക്കരുത്, മറ്റുള്ളവരുടെ അടുത്ത് പറയണം, പ്രാർത്ഥിക്കണമെന്ന് പറയണം. അപ്പോഴും അനേകം പേരുടെ പ്രാർത്ഥന നമുക്ക് വേണം. അപ്പോഴാ എൻ്റെ അപ്പനും അതേപോലെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരാളാണ് കേട്ടോ. അപ്പോഴും അതും വേറെ ചെയ്യും, ആ പ്രായത്തിൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴും അത് പിന്നെ എന്തൊരു സ്കാനിങ്ങിനകത്തൊക്കെ ഒരു സംശയം വന്നു, RCCയിലേക്ക് പോകാനൊക്കെ നമുക്ക് കേട്ടോ പോകേണ്ടി വന്നു. സത്യം പറഞ്ഞൊരു 3-4 പ്രാവശ്യം നമ്മൾ പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ ഒത്തിരി പേരോട് നമ്മൾ പ്രാർത്ഥന സഹായമൊക്കെ ചോദിച്ചു. ഒത്തിരി പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു നമുക്ക് ദൈവം തമ്പുരാൻ അതിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടി കേട്ടോ. നമുക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോഴും. പിന്നെ പ്രായത്തിൻ്റേതുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു അസുഖത്തിനെ പറ്റി ഒക്കെ കേട്ടോ. പക്ഷേ ഇതുവരെ ദൈവം കാത്ത് പരിപാലിച്ചിട്ട് ഇപ്പോഴും ഞാനത് ഓർക്കും കേട്ടോ. അപ്പോഴും നമ്മുടെ അണ്ണന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം എല്ലാവർക്കും രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കട്ടെ അല്ലയോ. നമുക്കതൊക്കെയുള്ളൂ പ്രാർത്ഥിക്കാൻ. കേട്ടോ ഇന്ന് പ്രാർത്ഥനാ സഹായമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. നമുക്കൊക്കെ അതൊക്കെയല്ലേ ഉള്ളൂ ഷെയർ ചെയ്യാനുള്ളത്. ഒരു പ്രാർത്ഥനാ സഹായമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങോട്ടും എത്ര നമ്മൾ ആരും അറിയരുതെന്ന് പറഞ്ഞു നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പൊതിഞ്ഞ് കിട്ടിയിരിക്കും. പക്ഷേ ദൈവം അത് തുറന്ന് കാണിക്കുമല്ലോ. എപ്പോഴാണെങ്കിലും അത് ലോകത്തിൻ്റെ മുൻപിൽ എത്ര ഒളിച്ചു വെച്ചാലും ദൈവം എല്ലാം തുറന്ന് കാണിക്കുന്ന ഒരാളാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് പ്രാർത്ഥനാ സഹായമൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കേട്ടോ. അപ്പോഴും സൗഖ്യമൊക്കെ കൊടുക്കട്ടെ നമ്മുടെ അണ്ണന് കേട്ടോ. അപ്പോഴേ ഒരു കുടുംബനാഥനല്ലേ. അപ്പോഴും മക്കളും ഭാര്യയും എല്ലാവരും ഉണ്ട്. അവർക്കും സന്തോഷമായിട്ട് എനിക്ക് അപ്പോഴും അമ്പലത്തിൽ ഇരുന്നെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര വിഷമവും. ഞാനും ഇതൊക്കെ തന്നെയാണ് പ്രാർത്ഥിച്ചത് മഹാദേവനോട് കേട്ടോ. പിന്നെ ദൈവം എല്ലാത്തിനും ഒരു ആശ്വാസമൊക്കെ കൊടുക്കട്ടെ അല്ലേ. അപ്പോഴും നിങ്ങൾക്കും എന്നെ കാണുന്ന നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും നിങ്ങളൊക്കെയാണ് ഇപ്പം ഒരാശ്വാസം കേട്ടോ. ഒരു സങ്കടമൊക്കെ വരുമ്പം നമ്മളെ ആശ്വസിപ്പിക്കാനും സാരമില്ല പോട്ടെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പം ഒരാശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും മക്കളുമാരുടെ പരീക്ഷയൊക്കെ കേട്ടോ എല്ലാവരും പ്രാർത്ഥന. ഞാൻ നമ്മുടെ ജോമോ ചേച്ചിയുടെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോന് പരീക്ഷയൊക്കെയാണേ മക്കൾക്കൊക്കെ പരീക്ഷയൊക്കെയാണേ പ്രാർത്ഥിക്കണേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴും പറഞ്ഞു പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാവരുടെയും പ്രാർത്ഥന വേണം. എല്ലാവർക്കും എനിക്കെന്നല്ല നമ്മുടെ ഓരോ ആൾക്കാർക്കും എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. അപ്പോഴത് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ പിന്നെ പൂജയിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോഴിത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ നമ്മുടെ അമ്പലവിശേഷങ്ങൾ ഇച്ചിരി ഞാൻ കാണിക്കാം കേട്ടോ. ഘോഷയാത്രയൊക്കെ പോകുന്നതിൻ്റെ പിന്നെ ഞാൻ സർവൈശ്വര്യ പൂജയ്ക്ക് ഇരുന്നല്ലോ. അപ്പോഴതിൻ്റെ ഞാൻ ഇച്ചിരി ഇട്ടേക്കാം കേട്ടോ വീഡിയോ. ആ പൂജയിൽ പങ്കെടുത്തില്ലെങ്കിലും അതൊക്കെ കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ അല്ലേ. നമുക്ക് നല്ലൊരു ഉണർവാണ് കേട്ടോ പൂജയിലൊക്കെ പങ്കെടുക്കാനും അതൊക്കെ ഒന്ന് കേൾക്കുന്നത് തന്നെ നല്ലൊരു ഉണർവായിട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർത്തല്ലോ എല്ലാവരും കേട്ടോ. അപ്പോഴെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. നടത്തണം എന്നുകൂടി അറിയിക്കുകയാണ്. നമ്മൾ ദീപം ഇവിടെ എല്ലാവർക്കും കൊളുത്തി സർവേശ്വര പൂജ ആചരിക്കും. നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ
ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നിർവികൽപ നിരാവാദ നിർഭേദ ഭേദനാശിനി നിർനാശമൃത്യുമതിനെ നിഷ്ക്രിയ നിഷ്പരിഗ്രഹായേ നമ. ഓം മഹാദേവിയേ നമ. നിസ്തുല നീലചകുര നിരപായ നിരത്യ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദായേ നമ. ഓം മഹാദേവിയേ നമ. ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്ര കരുണ സമാനാധിക വർജിതായേ നമ. ഓം മഹാദേവിയേ നമ. സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണ്യേ നമ. ഓം മഹാദേവിയേ നമ. സർവയന്ത്രാത്മിക സർവതന്ത്ര രൂപ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മേടപ്രിയായ നമ. ഓം മഹാദേവിയേ നമ. ായ നമ. ഓം മഹാദേവിയേ നമ. രക്തവർണ്ണ മാംസനിഷ്ഠകൂടാന പ്രീതമാനസ സമസ്തവത്സൂതായി അഗ്നിയംബസ്വരൂപിണ്യേ നമ. ഓം മഹാദേവിയേ നമ. സാധിഷ്ഠാനാംബുജഗത ചതുർവക്ര മനോഹര ശൂല്യാദ്യായുധ സമ്പന്ന പ്രീതവർണ്ണാദി ഗർഭിതായ നമ. ഓം മഹാദേവിയേ നമ. മേധോനിഷ്ഠമതപ്രീത ബന്ധന്യാതിസമന്വിതന്യശക്തഹൃദയകാകിനി രൂപധാരിണ്യേ നമ. ഓം മഹാദേവിയേ നമ. മൂലാധാരാംബുചാരുടെ പഞ്ചവക്രാംകുശാതി പ്രകരണ വരദീഷേവിതായേ നമ. ഓം മഹാദേവിയേ നമ. മുഗ്ധോദന സക്തജിക്തയാഗിന്യംബസ്വരൂപിണി യജ്ഞാചക്രാബ്ജില്യ ശുക്ലവർണ്ണ ഷടാനനായ നമ. ഓം മഹാദേവിയേ നമ. മജ്ജാസംസ്ഥാകം സവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനേകിരസികാകിനി രൂപധാരിണ്യേ നമ. ഓം മഹാദേവിയേ നമ. സഹസ്രതല പത്മസ്ഥ സർവവർണ്ണോപചോദിത സർവായുധ ശുക്ല സംസ്ഥിത സർവതോമുഖീയ നമ. ഓം മഹാദേവിയേ നമ. സർവോദന പ്രീതയുക്തയാഗിന്യംബസ്വരൂപിണി സ്വാഗതം ദുർഗതിം പ്രശമനിം ദുർവാദള ശ്യാമളാം ചന്ദ്രാർഷോജ്ജലശേഖരാം ത്രിനയനാം അഭീനവാസോവസാം ചക്രം ശംഖമിഷും ദവിഞ്ച കോദണ്ഡബാണാം ശൂരുദ്രോഭയവരസൈവന്തവിഷ്ടവരതമാനയ സ്വസ്തിനോ മിവീനാമശ്വിനാഭഗഃ സ്വസ്തി ദേവ്യാതിർവണഃ സ്വസ്തി പൂഷാസുതോർദതാധുനഃ സ്വസ്തി ദേവ്യാ പൃഥിവീ സുചേതനഃ സ്വസ്തയേ വായുബ്രഹ്മാഹി സോമം സ്വസ്തി ഭുവനസ്യായസ്പതി ബൃഹസ്പതിം സർവഗണം സ്വസ്തയേ സ്വസ്തയാദ്യോദ്ഭവന്തു നഃ വിശ്വദേവാനോ ആദിസ്വസ്തയേ വൈശാനരോ വസുർ അഗ്നിസ്വസ്തയേ ദേവ അവന്തൃദ്ഭവ സ്വസ്തയേ സ്വസ്തിനോ രുദ്രവത്വാം ഗസഃ സ്വസ്തി മിത്രാ വരുണാ സ്വസ്തി വദ്യേ രേവതി സ്വസ്തിന ഇന്ദ്രാം ച അഗ്നിം ച സ്വസ്തിനോ അതിദേവൃതിഃ സ്വസ്തി വന്ദാം അനിചരേ സൂര്യാം ച ചന്ദ്രാമസാ വിവഹ പുലബ്ധദാഗ്ന ജ്ഞാനദാ സംഗമേയഹി സ്വസ്തി അയനശ്ചാർഷം അരിഷ്ടനേമിം മഹദ്ഘോരം വായസം ദേവദാനം അസുരഗ്നമിന്ദ്രസകം സമൽച്ച് മൃഗദശനാമ വേരുഹേമ അഹോമുജ്ജിങ്കരസം ഗയം ചതുസ്ത്രേയം മനസാത്രദാക്ഷം പ്രയതപ്പാണി ശരണം പ്രപദ്യേ സ്വസ്തി സംഭവദാക്ഷയം ഭയം നോ അസ്തു. ഓം സ്വസ്തി സൂക്തം സമാപ്തം. ശ്രീ മഹാദേവിയേ നമഃ.
കൊണ്ടുവരിക. ലൈറ്റ് ഇട്ടോ, ഓരോരുത്തരായിട്ട് വന്നാട്ടോ, കുറച്ചേറെ എടുത്തു. അവനൊന്നുമില്ല. അപ്പൊ വീട്ടിലാരുണ്ട്? അപ്പൊ പിന്നെ ഇതൊക്കെ വന്നാ ഉറങ്ങി കൂടാ. ഓം ശ്രീ കൃഷ്ണായ പരമഹരേ മാണിക്യവീണാം ഉപലാളയം Purveshwari